ഗായ്സ് ഈ വണ്ടി ഒരു കുറച്ച് നാള് കട്ടപ്പുറത്ത് കയറി കിടക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് ടയറടക്കം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ടയറിന് ജാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെച്ചിട്ട് ടയർ ഊരി വെച്ചിട്ട് ഇങ്ങനെ കട്ടപ്പുറത്ത് വെച്ച് വെച്ചിരിക്കുന്നു 4 ടയർ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ അത് കുടുക്കി ടയർ കുടുക്കി സെറ്റാക്കി വണ്ടി സ്റ്റാർട്ടാവുണ്ടായിരുന്നില്ല. വർക്ക്ഷോപ്പിലോട്ട് കെട്ടി വലിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ നേരാക്കി കൊണ്ടുവച്ച്. അപ്പോൾ ആ ടയർ കൊടുക്കുന്നതും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നതും പിന്നെ വർക്ക്ഷോപ്പിൽ നേരാക്കുന്ന വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് രാത്രിയാണ് കൊണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് തിരിച്ച് എൻ്റെ ജോലിക്ക് കയറണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് നേരാക്കണമെന്ന്. അപ്പോൾ ആ വീഡിയോയിലൊക്കെയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഗൈസ് ഇതാ വണ്ടി ടെസ്റ്റ് വർക്കായതുകൊണ്ട് എന്താ വെച്ചാൽ ടയർ അയച്ചു വെച്ചിരിക്കുന്നു. കണ്ടോ 4 ടയർ അയച്ചു വെച്ചിരിക്കുന്നു. കാരണം ഈ ടയർ ഇങ്ങനെ വെക്കുമ്പോൾ വീൽ ജാമായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടയർ അയച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അത് ഒന്ന് കൊടുക്കാൻ പോകട്ടെ 4 ടയറും. അപ്പോൾ നമുക്ക് ആദ്യം ചാവി എടുക്കണം. ചാവി ആൾട്ടിൻ്റെ ചാവി ഇട്ടത് ഉണ്ടോ. മാറിക്കുവാവേ ഞാൻ ചെയ്തോണ്ട് മുതവൻ്റെ ചെപ്പെടുത്തിട്ടോ. എന്നാ തുറക്ക് പോയിട്ട് എന്നാ തുറക്ക്. ആ തിരിക്കേ അത് പൊട്ടിക്ക. എന്നെ കൊല്ലും എൻ്റെ വാപ്പ. എന്താ ജസ്റ്റ് ഇതാ ഇങ്ങോട്ട് കണ്ട തുറന്നില്ലേ. മാറി അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബോൾട്ട് ഉണ്ട്. എടുത്താൽ പൊന്നോ അതിൻ്റെ ഉള്ളിൽ അത് തുറക്ക്. ആ പെട്ടി തുറക്ക്. ഉള്ളി കയറ്. ആ പെട്ടി താഴത്തെ ഒരു പെട്ടി ഉണ്ട്. ഡാഷ് ബോർഡ് തുറക്കടാ താഴെ. ആ തന്നെ അതിൽ സ്ക്രൂ നോക്കിയേ. സ്ക്രൂ എടുക്ക്. ആ കറുപ്പ്. ആ അങ്ങനത്തെ മൊത്തം എടുക്ക്. എല്ലാം മൊത്തം എടുക്ക്. ഇതേപോലത്തെ തായോ ഇനി എടുക്ക്. ഇനിയുണ്ടാവും ഇനിയുണ്ട്. ആ എടുത്തോ മൊത്തം എടുത്തോ. കഴിഞ്ഞിട്ടോ. ആ കഴിഞ്ഞ് ഇത് ഇത്ര കഴിഞ്ഞ് ഉണ്ടോ. ഇറങ്ങി അടച്ചോ. ഇറങ്ങി. അതെ ആ വണ്ടിയുടെ ചാവിയേ നമ്മുടെ അവിടെ പെരയിലുണ്ടാവും. എടുത്തിട്ട് അയ്യോ മാറി. അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കട്ടുള്ള ടയർ വരണം. അപ്പോൾ ഇതിൽ കട്ടുള്ള ടയർ പറയുമ്പോൾ ഇതും മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ. ബാക്കിൽ തന്നെ കുഴപ്പമില്ല. ഇത് എയറടിച്ച് കൊടുന്ന് വെച്ചേക്കാട്ടാ. വലിയ ഓരോ ടയർ വെക്കാൻ പോലെ പൊക്കിയതാ. തീരെ വീട്ടില്ല. ഞാൻ എടുത്തോണ്ട് അല്ല മാറിയില്ലൊന്നുമല്ല. അവിടെ അപ്പോൾ നമുക്കിതാ ജാക്കി പൊക്കാൻ വേണ്ടിയിട്ട് മറ്റേ സാധനമില്ല. നമ്മുടെ ജാക്കി പൊക്കണ ഒരു സ്പാനറുണ്ട്. ആ സാധനം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കമ്പി കഷ്ണം എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഏതൊരു വഴി നമുക്ക് മുട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തണം. അതാണ് ഈ സാധനം. അപ്പോൾ എങ്ങനെ കാണിച്ചിട്ട് പിന്നെ പോയി നമ്മൾ ഇട്ട് തിരിക്കും. ഉണ്ടോ അങ്ങനെ തിരിക്കും. ഉണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞാൽ ഏത് കാര്യത്തിനും ഒരു മാർഗം നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഒക്കെ ജാക്കി ഏത് വണ്ടിയുടെ ജാക്കി വെക്കണമെങ്കിൽ നമുക്ക് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. കണ്ട ഈ സാധനം കണ്ട ഇവിടെ ഒക്കെ ആയിട്ട് അത് ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഇങ്ങനെ തന്നെ ജാക്കി വെക്കുക. അപ്പോൾ ജാക്കി വെക്കുമ്പോൾ ഇപ്പോൾ കാണിച്ചിട്ടോ ജാക്കി ഇതാ ഇങ്ങനെ ഇരിക്കും. ജാക്കി ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിതാ അങ്ങനെ പൊക്കും.
ഇതിനെപ്പൊക്കി ഈ സാധനം ഉണ്ടല്ലേ, ഈ ഗ്യാപ്പ് ഈ ഇരിക്കണേ, ഇത് നേരെ ഇവിടെ പോയിരിക്കും. ഇവിടെ ഉണ്ടോ, അവിടെ പോയിരുന്നിട്ട് വണ്ടീൻ്റെ അടുത്ത് പൊക്കും. ഇതാണ് പരിപാടി കേട്ടോ. അപ്പോൾ ജാക്കി വെക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഇതണ്ട. അപ്പോൾ ഈ സാധനം അവിടെ ലോക്ക് ആയിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് സേഫ്റ്റി അല്ലേ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൊക്കുമ്പോൾ വണ്ടി ചിലപ്പോൾ ഇറങ്ങിപ്പോവും. അപ്പോൾ അതിനോട്ട് ഹാൻഡ് ബ്രേക്ക്, ഗിയർ ഒക്കെ നോക്കുക. ഹാൻഡ് ബ്രേക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ടയറില്ലാത്ത വണ്ടിക്ക് തന്നെ ഹാൻഡ് ബ്രേക്ക് ഒന്നുമില്ലേ, ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളോട് മറക്കും. അത് ടയർ ഊരി വെച്ചിരിക്കുകയാണ്, അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. പക്ഷേ നല്ലൊരു എല്ലാം കഴിഞ്ഞിട്ട് ടയർ ഇരിക്കുമ്പോഴേ മറന്നു കഴിഞ്ഞാൽ നല്ല കണക്കിന് പണി കിട്ടും. അത് അങ്ങനെ നമ്മളിതാ ജാക്കി വെച്ചിട്ട് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം. എന്താ സിമ്പിൾ പരിപാടി, കട്ടെടുക്കുക. ഇനി നമ്മൾ ടയർ മാത്രം കയറ്റും. എന്താ അപ്പോൾ നമുക്ക് ഇത്ര വേണ്ടത് 5 എണ്ണമായില്ലേ, 4 വേണ്ടത്. ഒരിക്കലും നമ്മൾ ബോൾട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ പണിയാവും. അപ്പോൾ ക്രോസ് ആയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യണത് അങ്ങനെ തന്നെ കേട്ടോ. ഒരേ ലെവലിൽ ടൈറ്റ് ചെയ്തിട്ട് വരരുത്. പിടിക്കും, ഒരു സൈഡിൽ പിടിക്കും. ടൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സൈഡ് കൂടെ ടൈറ്റ് ചെയ്യണേ, അപ്പോൾ ടയർ ഇതെങ്ങനെ പോകും. കാരണം വെച്ചാൽ ഈ 3 ബോൾട്ട് ഒരേ ലെവലിൽ പോകുമ്പോൾ ഇവിടുത്തെ ബോൾട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ കാണിച്ചു കേട്ടോ. കണ്ടോ, ഇപ്പോൾ ടൈപ്പ് തന്നെ ടൈറ്റായേ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ബോൾട്ട് ഇട്ട് ഈ ബോൾട്ട് ഇട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറിയാത്തവർ ശരിക്കും ബോൾട്ട് ഇടുക. അത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ബോൾട്ട് ഇടുക. ഇത് ടൈറ്റ് ചെയ്ത് വരുമ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ ഈ ഒരു പിടുത്തം പിടിക്കും. ടൈറ്റ് ചെയ്ത് വരുമ്പോൾ ഒറ്റ ബോൾട്ട് മുതൽ പിടുത്തം പിടിച്ച് പിന്നെ തല്ലി വെക്കണം. അങ്ങനെ തല്ലി വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. നല്ല പാടാണ്. അപ്പോൾ ബോൾട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. നമ്മുടെ ജാക്കി ഇത്ര പോള് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ജാക്കി ഒരു മുറിഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട്. നോക്കട്ടെ, ഇതുണ്ട് ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ. ഇതുണ്ട് ചെറിയൊരു പീസ്. അല്ലെങ്കിൽ ജാക്കിൻ്റെ സ്റ്റോപ്പർ ആയിരിക്കും ഈ കാണുന്നത്. ജാക്കി സ്റ്റോപ്പർ ആട്ടോ. ഇത്ര പൊങ്ങുള്ളൂ ജാക്കി, എൻ്റെ അപ്പുറം കയറില്ല. എന്താ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു മരത്തടി വേണം. പിന്നെ കാര്യം കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ ടയർ വരുന്നത് ഈ കാണും. ടയറാണ് മാറ്റിയ ടയറാട്ടോ. പിന്നെ ഡിസ്ക് മാറിയിട്ടുണ്ട്. അത് ആ വണ്ടിയുടെ കേട്ടോ, ആ വണ്ടിയുടെ. അപ്പോൾ ഇപ്പോൾ ടയർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് മതിയാവും. ആ കേട് നിൽക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ജാക്കി വെക്കും. ജാക്കി വെച്ചിട്ട് പൊക്കും. അപ്പോൾ എന്താവും, കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും. ഇതാണ് പരിപാടി. മനസ്സിലായില്ലേ? ഒന്നുകൂടി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. കട്ടല്ലേ, എന്താ എന്നിട്ട് കട്ടം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ നല്ല ഹൈറ്റ് ഇട്ടാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വണ്ടി ഇരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു പൊസിഷൻ ഇല്ലാത്ത കട്ടയാണ്. പക്ഷേ നിങ്ങളൊക്കെ നല്ല ഒരു റോട്ടിലൊക്കെ ആണെങ്കിൽ 2 കുഴപ്പമില്ലാത്ത കട്ടൊക്കെ വേണം കേട്ടോ. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ കയറ്റിക്കണാണ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ജാക്കി ലോഡാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് ഇരിക്കും. കട്ടറുടെ മുകളിൽ ഈ 2ൻ്റെ മുകളിൽ വെയിറ്റ് ഇരിക്കും. വണ്ടീനെ പോവുകയും ചെയ്യും, നല്ല രീതിയിൽ പോവുകയും ചെയ്യും. കണ്ട. അപ്പോൾ നമ്മൾ റോട്ടിൽ ഹൈറ്റ് കിട്ടിയില്ലെങ്കിൽ ചെയ്യേണ്ട പരിപാടിയാണിത്. അപ്പോൾ ജാക്കി മാത്രമല്ല നമ്മൾ സൂക്ഷിക്കേണ്ടത്,
ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കട്ടയും കൂടി നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഇതൊന്ന് ജാക്കിനെ ഒന്ന് പോക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ തന്നെ കട്ട വെച്ച് പൊക്കുന്ന ടൈമിൽ അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെറുതായിട്ടുള്ളതുകൊണ്ട് അല്ല അറിയണോണ്ട് എക്സ്പീരിയൻസ് അല്ല എനിക്ക് ചെറുതായിട്ട് അറിയണോണ്ട് നിങ്ങളോട് പറയണേ ഇവിടെ അല്ലേ കട്ട വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തെറ്റത്ത് നിങ്ങൾ വിചാരിക്കും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങുമല്ലോ എന്നൊക്കെ ഈ ഭാഗത്ത്. അപ്പോൾ വിഷയം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ട നമ്മുടെ സസ്പെൻഷൻ്റെ റാഡ് എന്ന് വെച്ചാൽ ഇതിന് കറക്റ്റ് പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജാക്കില്ലേ ഈ ജാക്കിൻ്റെ ഈ പോർഷൻ ഇതിൻ്റെ മുകളിൽ പിടിക്കും. ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ഇതിനെ മാത്രമേ പൊക്കുള്ളൂ, ടയറിനെ പൊക്കില്ല. ഈ കട്ട വെക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ കുറച്ച് കയറ്റി പിടിക്കുക. കയറ്റി പിടിക്കുമ്പോൾ വീലിൻ്റെ കാണിച്ചു തരാം. ഇത് കണ്ട ഈ ഏരിയ അപ്പോൾ ഇവിടെ ഇത് കണ്ട ഈ ഏരിയ ഞാൻ തുറന്ന ഏരിയ അല്ലേ ഇത് അതിൻ്റെ അടുത്താണെങ്കിൽ കുഴപ്പമില്ല. അവിടെ എനിക്ക് അതിൻ്റെ ബുഷിൻ്റെ സൈഡാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, പൊങ്ങിക്കോളും ഉണ്ടല്ലേ. വണ്ടീനെ നന്നായിട്ട് പൊക്കിയുണ്ട്. ഇപ്പോൾ നമ്മൾ ജാക്കി ലോഡായിട്ടുണ്ട്, ഇനി പൊക്കിയാൽ മാത്രം മതി. കട്ടയിൽ ഇരുന്നിട്ടുണ്ട് കണ്ടാ ഇത് കണ്ട. അപ്പോൾ നമ്മുടെ ജാക്കിനെ നമ്മൾ പൊക്കി നിർത്തിയിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതാ ഈ സൈഡും മാത്രമേ ടയർ കുടുക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. ഞാൻ ശരിക്കും ഫ്രണ്ടിലാണ് ഞാൻ ഇടേണ്ടത്. പക്ഷേ ഞാൻ ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലാണ്. ഇങ്ങനെ ഇടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ കട്ടയിൽ നിന്ന് വണ്ടി ഇറങ്ങി വണ്ടി താഴെ ഇരിക്കും. അപ്പോൾ എനിക്കിതിനെ പറ്റി അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി അതിൻ്റെതായ ഒരു പരിചയത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. കണ്ടോ ഇപ്പോൾ ഈ സൈഡ് പൊങ്ങിയാണല്ലേ, ആ ടയർ പൊങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ ടയർ അവിടുത്തെ ടയറിന് സപ്പോർട്ടില്ല, അവിടെ ടയറും ഇല്ല. ഉണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പൊങ്ങി കഴിഞ്ഞാലും അവിടെ ഇരുന്നോളും. ഇപ്പോൾ ഈ 2 കട്ട ഉള്ളതുകൊണ്ട് ആ കട്ടയുടെ മുകളിലാണ് ജാക്കി കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇങ്ങനെ ടയർ വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ചെയ്തതാണ്. അല്ലാണ്ട് അറിയാണ്ട ചെയ്തതല്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്താ കേട്ടോ. ടയറൊക്കെ ഊരി വെക്കുമ്പോൾ പിന്നെ നിർത്തിയിട്ട വണ്ടി, കുറേ കാലം നിർത്തിയിരുന്ന വണ്ടി ടയർ ഊരി വെക്കുന്നത് നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുണ്ടോ നമ്മുടെ ടയർ കണ്ടോ ഇരുന്നിട്ട് തന്നെ കാരണം ജാമായി പോകും. ജാമായി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുന്ന കുറേ കാലത്തിന് ശേഷം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീലിനൊക്കെ ഒരു പിടുത്തുണ്ടാവും, നല്ല രീതിയിൽ പിടുത്തുണ്ടാവും, മൈലേജ് നല്ല ഷോർട്ടാവും. അപ്പോൾ ഇങ്ങനെ ഊരി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടയർ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ കുറേ നാൾ നിർത്തി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിപ്പോൾ നിർത്തി വെച്ചിട്ട് 2-3 മാസത്തിന് മുകളിലായി. ആ വണ്ടി ഉള്ളതുകൊണ്ട് ഈ വണ്ടി അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് ആയിട്ടുണ്ട്. ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാട്ടത്. അപ്പോൾ കുറച്ച് പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ മുകളിൽ. ഇത് കുറച്ച് ഗ്രീസ് ഞാക്കുണ്ട്, കാരണം ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കുറച്ച് ഗ്രീസ് ബോൾട്ടിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഉള്ളിൽ കയറി പൊക്കോളും. ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സുഖം. ഇപ്പോൾ ഒരു സൈഡ് ഇരുന്നല്ലേ, ഇനി ഇങ്ങനെ നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ സ്പാനറായിട്ട് മുറുക്കുമ്പോഴും ഇടുമ്പോഴും. പിന്നെ ഇതൊക്കെ 4 ബോൾട്ടിൻ്റെ വണ്ടിയാണ്. അതൊന്നും വലിയ പ്രശ്നമില്ല. പ്രശ്നമൊക്കെ വരുന്ന ഇവിടെ അറിയാം, വലിയ വണ്ടികൾ അതിനൊക്കെയാണ് ഈ പ്രശ്നം വരിക. 4 ബോൾട്ട് ഈ 10 വോൾട്ടും 8 വോൾട്ടിൻ്റെ വണ്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് അത് കൊണ്ടുപോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഓടിക്കുന്നവർ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്കറിയാം അത് കൊണ്ടുപോകാൻ പാടില്ല, കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയല്ല എന്നൊക്കെ അവർക്കറിയാം. ടൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വേണ്ട കേട്ടോ. ടൈറ്റ് ഉണ്ട്, ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോൾ വേറെ കാര്യം പറഞ്ഞില്ല, ജാക്കി എങ്ങനെ ടൈറ്റ് ചെയ്യണം, ജാക്കി എങ്ങനെ ലൂസ് ചെയ്യണം. ഒരിക്കലും ജാക്കി നമ്മൾ ഇങ്ങനെ നമ്മൾ കയറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യാനുള്ള സാധനം ഇവിടെ അല്ല, ഇവിടെയാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ജാക്കിൻ്റെ ടൈറ്റർ. അപ്പോൾ വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ജാക്കി ടൈറ്റ് ആവും. അങ്ങനെ വലത്തോട്ട് തിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് വണ്ടിയിൽ തന്നെ പുതിയ വണ്ടിയിലൊക്കെ ഒരു സാധനം ഉണ്ടാവും, ജാക്കി പൊക്കാൻ ഒരു കുളത്ത് പോലെ നീണ്ടിട്ടൊരു സാധനം ഉണ്ടാവും, അത്യാവശ്യം മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, നേരത്തെ കണ്ടില്ലേ കമ്പി, ഇങ്ങനൊരു കമ്പി നിങ്ങൾ വണ്ടിയിൽ വെക്കുക. പിന്നെ
അപ്പോൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ ലൂസ് ചെയ്യണത് ഇടത്തോട്ടും, ലൂസ് ചെയ്യണ ഇടത്തോട്ടും, ടൈറ്റ് ചെയ്യണത് വലത്തോട്ടും. കണ്ടില്ലേ? അതേപോലെ തന്നെ ഇതും ലൂസ് ചെയ്യണ ഇടത്തോട്ട്, ടൈറ്റ് ചെയ്യണത് വലത്തോട്ട്. എന്താ ഇപ്പോൾ ടയർ ഇരുന്നുകൊണ്ട് തന്നെ നോക്കി, ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ വീല് ടൈറ്റായി, ബോൾട്ട് ടൈറ്റായി കണ്ടില്ലേ? ടയർ ഇരുന്നുകൊണ്ട് ടയർ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്, അതാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കൊടുക്കാം. അപ്പോൾ ടൈറ്റായി. ഇനി ഇവിടെ കൊടുക്കുക. ഇനി ഇവിടെ കൊടുക്കുക. ഇനി താഴെ കൊടുക്കുക. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യേണ്ടത്, മനസ്സിലായോ? ഇനി ഒരു പതുക്കെ ചവിട്ട്. ആഞ്ഞ് നിൽക്കുകയൊന്നും ചെയ്യരുതിട്ടാ, കാര്യം ഒരു ചെറിയ ടൈറ്റ് മതി. കാറാണേ, ലോറിയൊന്നുമല്ല. ടൈറ്റ് ചെയ്ത് ഞാൻ പിന്നെ പ്രശ്നമില്ല. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പിടുത്തം വെച്ച് കഴിഞ്ഞാൽ, ബോൾട്ടിന് ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കണ്ടോ? ഇനി താവില്ല. താവില്ല. ഉണ്ടല്ലേ? സിമ്പിൾ. ഒരിക്കലും നമ്മൾ വീൽ കപ്പ് അടിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കമ്പി കയറി പോകരുത്, പൊട്ടി പോകരുത്. ഇതാ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വെക്കരുത്, ഇത് പുറത്ത് പോകണം. കണ്ട? പുറത്ത് പോകണം. കണ്ട? അപ്പോൾ അതൊക്കെ തള്ളി കൊടുക്കുക. ജസ്റ്റ് അടിക്കട്ടോ, ഇരുന്നണ്ട. കണ്ട? അപ്പോൾ എന്താ, ഈ ഹെയർ അടിക്കാനുള്ള സാധനം ഇവിടെ വന്ന്. എന്താ വീൽ കപ്പ് ഇരുന്ന് ഇത്രയുള്ള പരിപാടി. ഞാൻ അപ്പുറത്തോണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാ. നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജാക്കിൽ വെച്ചിട്ട് ഒരിക്കലും ബോൾട്ടിനെ ടൈറ്റ് ചെയ്യാൻ പാടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കയ്യിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ വീല് കിടന്ന് തിരിയണം നോക്കൂട്ടാ. കേട്ടോ? എന്താ ടയർ കിടന്നിട്ട് തിരിയും. അപ്പോൾ ടയറിന് നല്ല പണി. കാരണം ഈ ലൈനർ കിടന്നിട്ട് തിരിയാണത്, ലൈനറിൻ്റെ മുകളിൽ തിരിയാണത് നമ്മൾ. അങ്ങനെ നമ്മൾ ഇതാ ടയറിനെ മണ്ണിലിരുത്തിയിട്ടുണ്ട്. എന്താ ഇനി നമുക്ക് ചവിട്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു പിടുത്തം കൊടുക്കണേ. ജാക്കി ഇതാ ഇപ്പോൾ ഇത് കണ്ട, ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായി നേരെ കാലുമ്പോൾ ഒന്ന് അടിക്കും. അപ്പോൾ എന്താ കുറച്ച് ഇതണ്ട ചെരിച്ച് വെക്കുക. ചെരിച്ച് വെച്ചിട്ട് പതുക്കെ വല്ലാണ്ട് ബലം കൊടുക്കണ്ട. ഇതാ ഒരു അത് തെന്നി പോണ വേറൊന്നുമില്ല, ഈ ലിവർ കണ്ട ബെൻഡായി എടുക്കണണ്ട, അതുകൊണ്ടാണ് തെന്നി പോണത്. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇതണ്ട ഓരോ പിടുത്തം, ഒരേ ചവിട്ടം എഴുതിട്ടാ. ഓരോ പിടുത്തത്തിൽ നമുക്ക് കാലിന് മനസ്സിലാവും ടൈറ്റ് ആവുണ്ടെന്ന്. കണ്ട? ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തെറിച്ച് വരുന്നില്ല, സ്പാനർ തെറിച്ച് വരുന്നില്ലേ? ഈ അവസ്ഥയാണ് നമ്മൾ ലോങ് നല്ല രീതിയിൽ ചവിട്ടുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ എന്താവും, സ്പാനർ വന്നിട്ട് കാൽമടിക്കും, നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടയർ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടും കൂടി കുടുക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മൾ 4 ടയറും ഇതല്ല, 4 ടയറും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ, ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുള്ള തീർത്തിട്ടുണ്ട്. ഇതാ ഇനി ഞാനേ എൻജിൻ റൂം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? ഇതൊക്കെ അടിച്ചതാട്ടോ, വണ്ടി കൊടുത്തിട്ട് അടിച്ചതാണ്. എന്താ സീറ്റൊക്കെ അടിച്ചതാണ്. ഇതിപ്പോൾ കുറേ നാൾ നിർത്തി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊടിയൊക്കെ ഉണ്ട. എന്താകുമ്പോൾ നമ്മൾ ഇതിലിപ്പോൾ പണി കിട്ടിയ എന്താ അറിയുമോ, ഇതാണ് എൻജിൻ റൂം കേട്ടോ.
അപ്പോൾ നമുക്ക് പണി കിട്ടിയതിൽ നമ്മൾ ബാറ്ററി എന്താക്കി വെച്ച് കഴിഞ്ഞാൽ നിർത്തിയിട്ട സമയത്ത് ബാറ്ററി നമ്മൾ ഊരിയില്ല. അപ്പോൾ ബാറ്ററി എന്തായി, നാശമായി പോയി, മൊത്തം പറ്റിറങ്ങിപ്പോയി ബാറ്ററി. അതിനപ്പോൾ നമ്മൾ ബാറ്ററി എന്താക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പുതിയ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യണം, വൈകുന്നേരം വന്നിട്ടേ ഫിറ്റ് ചെയ്യുള്ളൂ. എന്താ അപ്പോൾ അതാണ് വണ്ടി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കവറിടാം. ഇനി വൈകുന്നേരം എടുക്കുള്ളൂ. ആ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, എന്നാലും ഒന്ന് വൃത്തിയാവുള്ളൂ. ഉണ്ടോ വണ്ടി അങ്ങനെ നമ്മൾ വണ്ടി ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ച് നമ്മുടെ പണി കഴിഞ്ഞല്ലോ. ഇങ്ങനെയുള്ള പരിപാടി ഈ 3 വണ്ടി എടുത്തേക്കാം. ആ വണ്ടിയിൽ മതി. ഡിക്കി തുറക്കണം. പാച്ചിടുക ഇടുവാ, ഇടുവായോ, ഇടുവാടാ. വണ്ടി ഡോർ തുറക്ക്. തുറക്ക്. ആ ഡിക്കി ഓപ്പൺ ചെയ്തു. ഡിക്കി ഏതാ? താഴേതാ? ആ അതന്നെ വലിക്ക്. ആ ഓക്കെ, അതാട്ടാ ഡിക്കി. മാറി അടക്കി. ഇനി ബാക്കിക്ക് വാ. മറക്ക് ഡിക്കി ഉറക്ക്. പൊക്ക് മുകളിലേക്ക് പൊക്ക്. ഓക്കെ അതെ. ഇതെടുത്തേ, ഈ ഷീറ്റ് എടുത്തേ, മാറ്റിക്കോ. ഫുൾ എടുത്ത് മാറ്റി. പുറത്തേക്ക് എടുത്തോ. അങ്ങനെ തന്നെ. ഇതാക്കി എടുത്തോക്കട്ടോ. സ്പാനർ ഒക്കെ എടുക്കട്ടെ. അച്ഛാ കേട്ടോ. വാപ്പനെപ്പോലെ വൃത്തിയാക്കിച്ചോ. അങ്ങനെ പഠിക്കണ്ടേ. മാറി മതി. വാ അടച്ചോ. ഡിപ്പിച്ച് കിട്ടരുത്. നമുക്ക് കയറ് കിട്ടുമ്പോൾ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന കാറില്ലേ, ആ കാറിൻ്റെ ബാക്ക് ടയറിൽ നിന്ന് കുറച്ചുകൂടി കാണണം, നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ നമ്മൾ കയറിടണം. ഒരു 3-4 മീറ്റർ ബാക്ക് കിട്ടും. അപ്പോഴാണ് ആ ഫ്രണ്ടിലത്തെ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കും കൂടി ബ്രേക്ക് ചെയ്യാനുള്ളൊരു നിൽക്കാനുള്ളൊരു ഇത് കിട്ടുള്ളൂ. പിന്നെ മാക്സിമം 20 കിലോമീറ്റർ മേപ്പോട്ട് പോവുകയും ചെയ്യരുത് വണ്ടി. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ ആ വണ്ടി ബ്രേക്ക് കൂട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് കിട്ടിയില്ല എന്ന് വരില്ല. കാരണം ബ്രേക്ക് ഡൗൺ ആയ വണ്ടികൾ ചിലപ്പോൾ ബ്രേക്ക് എങ്ങനെ സംവിധാനം പറയാൻ പറ്റില്ല. പിന്നെ ആ വണ്ടി നമ്മളിപ്പോൾ ആ വണ്ടിയിൽ പോകുക, നമ്മുടെ വണ്ടി സ്പീഡ് കൂടുകയാണ് ഇറക്കത്ത്, ബ്രേക്കിൻ്റെ മുകളിൽ പതുക്കെ കാല് വെച്ച് കൊടുക്കുക, കയറ് ലൂസ് ആവണ പോലെ. പിന്നെ ഫ്രണ്ടിലത്തെ ആൾ വലിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളി വിടരുത്, കയറ് പൊട്ടിപ്പോവും, വണ്ടി ഡാമേജ് ആവും. ഇപ്പോൾ പിന്നെ വണ്ടി കെട്ടേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പൈപ്പിൻ്റെ മുകളിൽ വലിച്ച് കെട്ടരുത്. ഇപ്പോൾ വണ്ടി വലിക്കൂട്ടോ. അപ്പോൾ കണ്ട ഇതേപോലെ ഒരു വലി കൊണ്ടില്ലേ, ആ വലി വലിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കയറ് പൊട്ടിപ്പോവാനും പിന്നെ വണ്ടിയുടെ നമ്മൾ ശരിയല്ലാത്ത വശത്ത് കെട്ടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഏതൊരു ഭാഗം കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? പവൻ പോട്ടെ നിർത്തേ ഡാ. നമ്മുടെ വണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയർ അടിയിൽ പോയതാണ്. അപ്പോൾ പെട്ടെന്ന് ചവിട്ടി നമ്മൾ. പതുക്കെ പിടിച്ചോ. നിക്ക്
ആ പോട്ടെ. ഇങ്ങനെ വലിച്ചു വിടുമ്പോഴേ പ്രശ്നം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ വലിയ എക്സ്പീരിയൻസ്ഡ് ഒന്നുമല്ല, പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സ്ഥിരം ഇതില്ല പണി. ഇപ്പോൾ വണ്ടി ഒന്നുകൂടി വലിക്കട്ടെ, കണ്ട കയറി വലിച്ച് ഇതേപോലെ വലിച്ചു വിടരുത്. വലിച്ചു വിടുമ്പോൾ എന്താ വെച്ചാൽ വണ്ടി കണ്ട ആ വണ്ടി ബ്രേക്ക് ഔട്ട്, നമ്മൾ ബ്രേക്ക് ഔട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. കണ്ട എടുത്ത് പോയി നിൽക്കണണ്ട. ഇപ്പോൾ വീണ്ടും ഒരു വരും കേട്ടോ. പിന്നെ 4 ഇൻഡിക്കേറ്റർ. പിന്നെ നമുക്ക് രാത്രിയാണെങ്കിൽ ഹെഡ്ലൈറ്റ്. ബാറ്ററി കുറവാണെങ്കിൽ അത് ബാറ്ററി ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും നമുക്ക് പ്രധാനം. ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യമാക്കണ്ട. അപ്പോൾ ജസ്റ്റ് അതൊരു അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷനായിട്ട് കരുതിയാൽ മതി. എല്ലാവരും ഇതേപോലെ പറഞ്ഞു തരണമെന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുപോയാൽ മതി, പ്രശ്നമൊന്നുമില്ല പറയും. പക്ഷെ എങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് ആരും പറഞ്ഞിരില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് വീഡിയോ എടുത്തത്. രാത്രിയാണ്. അപ്പോൾ വണ്ടി ഒരു 3-4 മാസമായിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇടയ്ക്ക് സെൽഫ് എടുക്കണില്ല. അങ്ങനെ നമ്മൾ അപ്പോൾ ആ വണ്ടി നമ്മൾ സ്ഥിരം എടുക്കണം. ഈ വണ്ടി നമ്മൾ സ്ഥിരം എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടാവാത്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കെട്ടി വലിച്ച് നമ്മൾ വർക്ക്ഷോപ്പിൽ നാളെ രാവിലെ അവർ നോക്കിക്കോളും. അപ്പോൾ വണ്ടി കെട്ടി വലിക്കുമ്പോൾ എങ്ങനെ വലിക്കേണ്ടത്, എവിടെയൊക്കെ കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളന്ന് കൊണ്ടുപോയി ആ വണ്ടിയില്ലേ സ്റ്റാർട്ട് ചെയ്തോളൂ, നേരാക്കി കൊണ്ടുവച്ച കേട്ടോ. അത് കാണിച്ചിടാം. ഉണ്ട് ഇവനാണ് ആ മുതൽ, കണ്ടില്ലേ? നേരേക്ക് ഇപ്പോൾ കൊണ്ടുവച്ച്. ഇപ്പോൾ മുന്നേ സെൽഫ് അടിയിട്ടായിരുന്നില്ല, ഇപ്പോൾ സെൽഫിൽ സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വണ്ടിയിൽ പറ്റി അത്ര വലിയതായിട്ടൊന്നും ഇനിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടാൽ ടാറ്റ.